104 ഇന്ത്യക്കാരെ അമേരിക്കയിൽ നിന്ന് വിലങ്ങ് വെച്ച് നാടുകടത്തിയ വിഷയത്തിൽ പ്രതിപക്ഷം സർക്കാരിനെതിരെ വാളെടുത്തതിന് പിന്നാലെ പ്രത്യാക്രമണവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. കോൺഗ്രസിനെയാണ് മോദി തന്റെ പ്രസംഗത്തിൽ കടന്നാക്രമിച്ചത്. കോൺഗ്രസ് ഒരിക്കലും ഭരണഘടനയെ ആദരവോടെ കണ്ടിട്ടില്ലെന്നും എല്ലാവർക്കും വികസനം എത്തണമെന്ന് ആ പാർട്ടി വിശ്വസിക്കുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. അടിയന്തരാവസ്ഥ അടിച്ചേൽപ്പിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കിയെന്നും മോദി കുറ്റപ്പെടുത്തി. കോൺഗ്രസിൽ നിന്ന് സബ്കാ സാത്ത് സബ്കാ വികാസ് പ്രതീക്ഷിക്കുന്നത് വലിയ മണ്ടത്തരമാണ്. അത് അവരുടെ ചിന്തകൾക്ക് അപ്പുറമാണ്. ഒരു കുടുംബത്തെ മാത്രം സേവിക്കുന്ന പാർട്ടിയുടെ വഴിക്ക് ചേരുന്നതല്ല അത്. ഞങ്ങളുടെ വികസന മോഡലിനെ ജനങ്ങൾ മനസ്സിലാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. രാജ്യം ആദ്യം എന്നതാണ് ഞങ്ങളുടെ മാതൃക. മറ്റു പിന്നോക്ക വിഭാഗക്കാരുടെയും സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും വികസനത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാരാണ് BJPയുടേത്. അംബേദ്കറിനോട് ഒരു കാലത്ത് കോൺഗ്രസിന് വെറുപ്പായിരുന്നു. അദ്ദേഹത്തെ പരാജയപ്പെടുത്താനും ഗൂഢാലോചന നടത്തി. പക്ഷേ ഇപ്പോൾ കോൺഗ്രസ് ജയ് ഭീം എന്ന് പറയാൻ നിർബന്ധിതമായി, മോദി പറഞ്ഞു. കോൺഗ്രസ് ഭരണകാലത്ത് എല്ലായിടത്തും പ്രീണന രാഷ്ട്രീയമായിരുന്നു. അതായിരുന്നു അവർ രാഷ്ട്രീയം കൈകാര്യം ചെയ്തിരുന്ന രീതി. 2014 ശേഷം ഇന്ത്യക്ക് ഒരു ബദൽ ഭരണ സംവിധാനം ലഭിച്ചു. ഈ മാതൃക പ്രീണനത്തിനല്ല, ജനങ്ങളുടെ സംതൃപ്തിയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. ഇപ്പോൾ ജാതിയുടെ പേരിൽ സമൂഹത്തിൽ വിഷം പടർത്താനാണ് ശ്രമം നടക്കുന്നത്. പല വർഷങ്ങളായി എല്ലാ പാർട്ടികളിൽ നിന്നുമുള്ള OBC MPമാർ OBC പാനലിന് ഭരണഘടനാ പദവി ആവശ്യപ്പെട്ടു വരികയായിരുന്നു. കോൺഗ്രസ് ആ ആവശ്യം തങ്ങളുടെ രാഷ്ട്രീയത്തിന് യോജിക്കാത്തതിനാൽ തള്ളിക്കളഞ്ഞു. പക്ഷെ ഞങ്ങളാണ് ആ ആവശ്യം നടപ്പിലാക്കിയത്, മോദി പറഞ്ഞു. അമേരിക്ക ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നത് ഇതാദ്യമല്ല എന്നായിരുന്നു വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ രാജ്യസഭയിലെ വിശദീകരണം. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ല. 2009 മുതൽ US ഇന്ത്യക്കാരെ തിരിച്ചയക്കുന്നുണ്ട്. നിയമവിരുദ്ധമായി തങ്ങുന്നവരെ തിരിച്ചു സ്വീകരിക്കാൻ ഇന്ത്യക്ക് ബാധ്യതയുണ്ട്. സ്ത്രീകളെയും കുട്ടികളെയും ഒഴികെയുള്ളവരെയാണ് വിലങ്ങിട്ടതെന്നും അനധികൃത കുടിയേറ്റ ഏജൻസികൾക്കെതിരെ കടുത്ത നടപടി വേണമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ വിശദീകരണത്തിന് പിന്നാലെ പ്രതിപക്ഷം ബഹളം വെച്ചു. ഭീകരവാദികളെപ്പോലെ ഇന്ത്യക്കാരോട് പെരുമാറിയതെന്തിനെന്ന് രൺദീപ് സുർജേവാല ചോദിച്ചു. അമേരിക്കൻ തടവിൽ എത്ര ഇന്ത്യക്കാരുണ്ടെന്ന് ചോദിച്ച കോൺഗ്രസ് കൊളംബിയ പോലൊരു ചെറിയ രാജ്യം ചെറുത്തതുപോലെ ഇന്ത്യ ചെറുക്കാത്തത് എന്തുകൊണ്ടാണെന്നും ചോദിച്ചു. ഇന്ത്യക്കാരെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് സർക്കാർ വിമാനം അയച്ചില്ലെന്നാണ് തൃണമൂൽ MP സാകേത് ഗോഖലെ ചോദിച്ചത്. ലോകത്തിലെ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയാണ് നമ്മൾ. ആധിപത്യത്തിൽ ഉൾപ്പെടാത്ത കൊളംബിയ പോലുള്ള രാജ്യങ്ങൾ സ്വന്തം പൗരന്മാരെ അന്തസ്സോടെ മടക്കിക്കൊണ്ടുവരാൻ വിമാനം അയക്കുമ്പോൾ നമ്മുടെ സർക്കാരിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല, അദ്ദേഹം ആരാഞ്ഞു. അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെത്തിയപ്പോഴും ഇന്ത്യക്കാരെ അപമാനിച്ചുവെന്ന് സഞ്ജയ് സിംഗ് പറഞ്ഞു. ഹരിയാന സർക്കാർ ജയിൽ വാഹനങ്ങളിലാണ് ഇവരെ കൊണ്ടുപോയതെന്നും സഞ്ജയ് സിംഗ് പറഞ്ഞു. ഇന്ത്യക്കാരെ നേരത്തെ കൊണ്ടുവന്നത് സൈനിക വിമാനങ്ങളിലാണോ എന്ന് ജോൺ ബ്രിട്ടാസ് MPയും ചോദിച്ചു.